ഒരു സക്സസ്ഫുൾ ആയിട്ട് ഇന്നിപ്പോൾ ബൈജു എഴുപുന്ന ഡയറക്ഷൻ, പ്രൊഡക്ഷൻ, ആക്ഷൻ, പ്ലേ ബാക്ക് സിംഗ്, സ്ക്രിപ്റ്റിംഗ് ഇങ്ങനെ പലതും ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ ഞാൻ അഹങ്കാരം എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. എനിക്ക് ഇത്രയും ദൈവം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നതും എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു എന്നതൊക്കെ എല്ലാം അഹങ്കാരം ഇല്ലാത്തതുകൊണ്ടാണ്. രൂപത്തിൽ മാത്രമേ അഹങ്കാരമുള്ളൂ, അതെൻ്റെ കുറ്റമല്ല. ആക്ച്വലി നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച രീതി തന്നെ എൻ്റെ വൈഫ് തന്നെയാണ്. അത് എനിക്ക് വളരെ അഭിമാനത്തോട് തന്നെ പറയാൻ പറ്റും. അവളങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ എല്ലാവരും ഡാഡി പറയും ഇനി ഒറ്റൊരുത്തി കാരണമാണ് അവൻ ഇങ്ങനെ എപ്പോഴും ബിസിനസ് നോക്കാൻ. ഞാൻ ബേസിക്കലി സങ്കടം വന്ന ആരും അറിയാതെ കരയുന്ന ഒരാൾ തന്നെയാണ്. തീർച്ചയായിട്ടും കരഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെയും കരഞ്ഞ റീനിയുടെ മുമ്പിലൊക്കെ മാത്രമേ ഉള്ളൂ കരഞ്ഞിട്ട്. അവളുടെ അടുത്ത് നമുക്ക് കരയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടില്ലേ. അല്ലാണ്ട് നമ്മൾ എല്ലാവരും ആരും കാണാണ്ട് പോയിട്ട് ബാത്റൂം എന്തിനാ നമ്മുടെ കൂടെപ്പറപ്പായിട്ട് കൂടെ ചേർത്തേക്കുന്ന അവരുടെ അടുത്ത് കരയണം ഇല്ലേ. എനിക്ക് ഇഞ്ചുറീസ് ഒരുപാട് വന്നിട്ടുണ്ട്. വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞൊരു സിനിമയിൽ രാജുവിൻ്റെ ഒരു ചവിട്ടി കിട്ടിയിട്ട് ഞാൻ ഒരാഴ്ച ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി. മമ്മൂക്കൊക്കെ അങ്ങോട്ടാണ് ആദ്യം കൊടുത്തത്, ഫസ്റ്റ് അടി അവിടെ. പിന്നെ ഒരടി സിദ്ദിഖ് ഒരു പടത്തിനകത്ത് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ പടം ഒരടിന്ന് കേട്ടോ. വിജയ്ക്കിട്ട് അടിച്ചു കാവലിൻ എന്ന് പറഞ്ഞ പടത്തില്. പച്ചക്കുതിര എന്ന് പറഞ്ഞ സിനിമയിലെ പെട്രോൾ പമ്പിന് ബോംബിടുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. വലിയൊരു ഇതങ്ങ് വന്നു. എന്തോ ഇതിന്റെ ഇടയിൽ നിന്ന് മാറിയില്ലെങ്കിൽ ഒന്ന് അടിച്ച് ഇത്രയും പോയി. എന്തിനാ കോംപ്ലക്സ് ചെയ്യുന്നത്? അങ്ങനെ അത് നമ്മുടെ തൊഴിലിന്റെ ഭാഗമാണ്. ചോദിക്കാണ്ടിരുന്നിട്ട് അവിടെ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഓട്ടോയിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് അഭിനയിപ്പിക്കുന്ന ഒരു സമയമാണിത്. ഇപ്പോഴും എനിക്ക് എന്തിനാ ഒരു പടം തുടങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ 100% ഞാൻ ചോദിക്കും നമുക്ക് പറ്റിയ വേഷങ്ങളുണ്ടോ, ചെയ്യാൻ റെഡിയാണ്. ഡയറക്ഷൻ തന്നെയാണ്. ഡയറക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സീറ്റിൽ ഇരുന്നാൽ ആ സീറ്റിലിരിക്കാൻ വീണ്ടും ആഗ്രഹിക്കും. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഓരോ ഷോർട്ട് ഫിലിമും ഇതൊക്കെ ചെയ്ത് നമ്മളെ ഞെട്ടിക്കുമല്ലേ. അത് ഒരു സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോലും പോകാത്ത എത്രയോ പേര്. എനിക്ക് ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് അത് എന്താ പറയുക സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കാൻ തോന്നും. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ എന്തെങ്കിലും കഴിഞ്ഞാൽ നമ്മളെ ഞാൻ വിഷമിക്കാറുണ്ട്. അതേപോലെ സന്തോഷം വന്നാൽ ഉറക്കെ ചിരിക്കും. 100%. കൂടുതലും ഞാൻ സങ്കടങ്ങൾ അധികം കാട്ടാറില്ല പുറത്ത്. ഞാൻ സന്തോഷമായിട്ട് തന്നെയാണ്. ഞാൻ എല്ലാവരും പറയുന്നത് എന്തിനാണ് അധികം സങ്കടം കാണിക്കുന്നത്, സന്തോഷിക്കുക. എന്തിനാ നിനക്ക് ലൈഫ് തന്നിട്ടില്ല, നീ കാണിച്ചു കൊടുക്കുക, അച്ചീവ് ചെയ്തോട് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. കുംബ്ലിംഗ് നൈറ്റ്സിലെ ചിറ്റപ്പൻ ആ സിനിമ കൊണ്ട് എനിക്ക് ഒരുപാട് പേരെന്നെ വിളിക്കുകയും ആ കഥാപാത്രത്തിന്റെ ചില കുഞ്ഞു മൊമെന്റ്സ് ആണ്, ചില ലുക്ക്, നോട്ടം, ചില ഇത് അങ്ങനെ അതൊക്കെ മതി അയാൾ ആക്ടറാണെന്ന് തിരിച്ചറിയാനായിട്ട്. ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഞാൻ മമ്മൂട്ടിനെ കാണുന്നത്, മമ്മൂക്കനെ കാണുന്നത് എനിക്ക് അവസരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് കരുതിയാൽ അത് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ വെട്ടിത്തരമാണ്. മമ്മൂക്ക എന്ന് പറയുന്നത് ഞാൻ കാണുന്ന വേറെ ഇതാണ്. അത് മമ്മൂക്കയുടെ കൂടെ ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ട് എനിക്ക് സിനിമകൾ കിട്ടണമെന്നോ ഒന്നുമില്ല. സിനിമ മാറിപ്പോയി. പിന്നെ ഇതുപോലുള്ള ഗംഭീര ആർട്ടിസ്റ്റുകൾ പുറത്ത് നിൽക്കുന്നുണ്ട്. ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ഒരു ക്യാരക്ടറിന് ശേഷം ഇനി അഭിനയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കരുതി വെച്ച് ഞാൻ തന്നെ എഴുതി വെച്ച് ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അത് ഞാൻ പറയില്ല ഇപ്പോൾ. നോ അത് ഞാൻ പറയത്തില്ല. അത് എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ അതൊരു വലിയൊരു സിനിമയായിട്ട് കാണാൻ പറ്റും. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഇപ്പം ചേട്ടൻ നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് എത്രയാന്ന് പറഞ്ഞാലും എല്ലാം ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തിട്ടില്ലേ പോലും സക്സസ്സിലൂടെ തന്നെയാണ് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കുറേ ദുഃഖങ്ങളും സുഖങ്ങളും എല്ലാം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ചേട്ടൻ ഇപ്പോൾ നോക്കുമ്പോൾ ചേട്ടനല്ല എപ്പോഴും ഈ ഒരു ജേർണിയിൽ ത്രൂ ഔട്ട് ജീസസ് എന്ന് ചേട്ടൻ പറഞ്ഞു. അത് തുടങ്ങിയ സമയത്തൊക്കെ ആ ഒരു വിശ്വാസത്തിലാണ് വന്ന് നിൽക്കുന്നത്. പക്ഷെ ഇത്രയും ഈ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഇന്നിപ്പോൾ ബൈജു എഴുപുന്ന ഡയറക്ഷൻ, പ്രൊഡക്ഷൻ, ആക്ഷൻ, പ്ലേ ബാക്ക് സിംഗ്, സ്ക്രിപ്റ്റിംഗ് ഇങ്ങനെ പലതും ചെയ്യുന്നു, ഇന്നിവിടെ നിൽക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഒരു വ്യക്തി തീർച്ചയായിട്ടും അത് ഒന്നെങ്കിൽ സുഹൃത്താവാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലും ആവാം, ഭാര്യയാവാം, മക്കളാകാം, ഒരാള് നമ്മളെ പിന്തുണയ്ക്കാൻ നമ്മുടെ കൂടെ വേണം. ചേട്ടനെ സംബന്ധിച്ച് അത് ആരാണ്? ഓഫ് കോഴ്സ് എൻ്റെ വൈഫ് റീനി ചേച്ചി തന്നെയാണ്. ഓക്കെ, ചേച്ചിയുടെ ഇൻവോൾവ്മെന്റ് അപ്പോൾ എത്രത്തോളാണ് ചേട്ടൻ്റെ ഈ ഒരു സക്സസ് ജേർണിയിൽ? നമ്മൾക്ക് ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലാണെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ചില സിനിമകളൊക്കെ നഷ്ടമായിരുന്നു. പല കാര്യങ്ങളും കൈവിട്ട് പോയിട്ടുണ്ട്, പല കാര്യങ്ങൾ പോലെ തന്നെ. അതേപോലെ അത്രയും ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോഴൊക്കെ എല്ലാം ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ നിർത്തിയിട്ടുള്ളത് റീനി തന്നെയാണ്. ഇപ്പം അനിയൻ്റെ കാര്യത്തിൽ പോലും ഞാനിപ്പോഴും ചില സമയങ്ങളിൽ അതും സ്ട്രോങ് ആയിട്ട് നിർത്തുന്ന അവൾ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ പടം ഡയറക്ഷൻ്റെ പരിപാടി വന്നപ്പോഴും ആക്ടിങ്ങിൻ്റെ എല്ലാത്തിലും സ്ട്രോങ് ആയിട്ട് നിർത്തുന്ന അവൾ തന്നെയാണ്. അപ്പോൾ ശരിക്കും എൻ്റെ വീട്ടിലൊരു ഹീറോ എന്ന് പറയുന്നത് അവളാണ്.
Beautiful. എൻ്റെ ലൈഫിലൊരു ഹീറോ എന്ന് പറഞ്ഞാൽ അവളാണ്. അപ്പോൾ അവളങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ എല്ലാവരും ഡാഡി പറയും ഇനി ഒറ്റൊരുത്തി കാരണമാണ് അവൻ ഇങ്ങനെ എപ്പോഴും ബിസിനസ് നോക്കാൻ ബിസിനസ്സിൽ പോലെ അല്ല സീരിയസ്ലി നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് റീനി തന്നെ, എൻ്റെ വൈഫ് തന്നെയാണ്. അത് എനിക്ക് വളരെ അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റും. മക്കൾ ഡോക്ടർമാരായതിലും ഡോക്ടറായിട്ട് ഒരാൾ പഠിക്കുന്നതിലും ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഇത് ചെയ്യുന്ന ഉള്ളി അവളുടെ കഴിവ് തന്നെയാണ്. കറക്റ്റായിട്ട് അവൾ ഇത് ചെയ്തു. ജോണിന് റോഷൻ ആൻഡ്രൂസിൻ്റെ സിനിമയല്ലേ സ്കൂൾ ബസ് എന്ന് പറഞ്ഞ സിനിമ, അതിനകത്ത് ലീഡ് ക്യാരക്ടർ അഭിനയിക്കാനായിട്ട് ഞാനും റോഷനും തമ്മിൽ അത്രയും നല്ലൊരു ബന്ധമുണ്ട്, ഒരു ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ റോഷൻ ആ ക്യാരക്ടർ പറഞ്ഞപ്പോഴും റീനി പറഞ്ഞു ജോൺ പഠിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് മതി. മോൾക്ക് കുറേ അവസരങ്ങൾ വന്നിരുന്നു, മോൾക്ക് സിനിമയിലൊക്കെ. അപ്പോഴും റീനി പറഞ്ഞു മോൾ പഠിക്കട്ടെ. ഡയറക്ഷൻ ചെയ്യാൻ പോയി മോൻ, എല്ലാവരും സപ്പോർട്ടുണ്ടായിരുന്നു. എല്ലാവരും മോൻ്റെ സ്ക്രിപ്റ്റിൽ ഡയറക്ഷൻ ചെയ്യാനായിട്ട് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോയി സംസാരിച്ചപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമായി. റീനി എപ്പോഴും പഠിച്ചിട്ട് വാ ജോൺ, എന്നിട്ട് നമുക്കിത് ചെയ്യാം. എനിക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും അവൾ കയറി പറയും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ലൈഫിൽ റീനി തന്നെ ഹീറോ. ബ്യൂട്ടിഫുൾ. എന്തായാലും ചേച്ചിക്ക് കാരണം നിങ്ങളുടെ ഓരോരുത്തരെയും നന്നായിട്ട് അറിയാം, കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ അറിയാം, കറക്റ്റ് എവിടെ എന്തൊക്കെ പ്ലേസ് ചെയ്യണം എന്നറിയാം അല്ലേ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി തന്നെയാണ്. ഞങ്ങൾ ഇന്നിപ്പോ മിസ് ചെയ്യുന്നു റീനി ചേച്ചി. റീനി ചേച്ചിയും കൂടെ ഉണ്ടാവണമായിരുന്നു ഈ ഒരു ഇന്റർവ്യൂല്. എന്നോട് പറഞ്ഞു, റോഷൻ പറഞ്ഞാണ്. അപ്പൊ ഒന്നാതെ അറിയാമല്ലോ അവൾക്ക് എങ്ങനെ അന്ന് വീട്ടിൽ വന്നോണ്ട് അങ്ങനെ വന്ന് ഭയങ്കര ഷൈ ആണ്, മീഡിയ ഫേസ് ചെയ്യാനും ഇരിക്കാനും ഒക്കെ ആയിട്ട്. അതുകൊണ്ടിട്ടാണ്. ഓക്കെ ഓക്കെ, ചേച്ചിയുടെ ആ ഒരു പ്രസൻസ് നമ്മൾ ഇതിലൂടെ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഓക്കെ ഓക്കെ. അതിനുശേഷം ചേട്ടൻ പ്രൊഡക്ഷനിലേക്ക് എത്തി സുന്ദരപുരുഷൻ എന്ന സിനിമയിലൂടെ പ്രൊഡ്യൂസറായിട്ട് വന്നു. അതൊരു പക്ഷേ എനിക്ക് എന്തായാലും എനിക്ക് അഭിനയിക്കാനായിട്ടുള്ള ഒരുപാട് അധികം നല്ല നല്ല ക്യാരക്ടർ ഒന്നും കിട്ടുന്നില്ല, എല്ലായിടത്തുനിന്നും എന്നെ പിന്തള്ളപ്പെടുന്നു. ഓക്കെ, എന്നാൽ ഞാൻ ചിലവർക്ക് ഇതാണ്, എന്നാൽ പൈസയുണ്ട്, എന്നാൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ചും കൂടെ ഒരു വില കിട്ടുകയാണ്, നമുക്ക് കുറച്ചും കൂടെ പ്ലേസ്മെന്റ് കുറച്ചും കൂടി ഈസി ആവുകയാണ്. ആ ഒരു തോട്ട് പ്രോസസ്സിലാണോ ചേട്ടൻ പ്രൊഡക്ഷനിലേക്ക്? സുന്ദരപുരുഷൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു ഞാൻ ഇതിനകത്തൊരു ഷോട്ടിൽ പോലും അഭിനയിക്കില്ല എന്ന്. കാര്യം ഉദയൻ സിബി എന്ന് പറഞ്ഞ ഞങ്ങൾ തുടക്കം, ഉദയൻ സിബിയുടെ ഫസ്റ്റ് പടം ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനായിരുന്നു മെയിൻ വില്ലനായിട്ട് അഭിനയിച്ചത്. ഉദയനും ഞാനൊക്കെ ഏകദേശം തുടക്കം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഉദയകൃഷ്ണ. അപ്പോൾ അന്ന് ജോസ് തോമസിൻ്റെ ഞാൻ ഉദയപുരം സുൽത്താൻ എന്ന് പറഞ്ഞ ദിലീപിൻ്റെ അതിനകത്ത് ത്രൂട്ട് മാർത്താണ്ഡൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് അത് സുരേഷ് ഗോപിക്ക് പകരം ദിലീപായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ആ ക്യാരക്ടർ. സുരേഷ് ഗോപി എന്ന ആക്ഷൻ ഹീറോ അങ്ങനത്തെ പരിപാടികളായിരുന്നു. ശരിക്കും അതൊരു ഭയങ്കര വെല്ലുവിളിയായിരുന്നു, പുള്ളീനെ കൊണ്ടൊരു ഹ്യൂമർ ക്യാരക്ടർ. പക്ഷെ അസലായിട്ട് പുള്ളിക്കാരൻ അത് ചെയ്തു. അപ്പോൾ അതിൽ പല ക്യാരക്ടറും പറഞ്ഞെങ്കിലും ഞാൻ തന്നെ പറഞ്ഞു ഞാനില്ല, ഞാൻ പ്രൊഡ്യൂസറായിട്ട് തന്നെ ഇരുന്നോളാം, അത് കണ്ടുപഠിക്കണം എന്നുള്ള കരുതി തന്നെയാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏത് റോള് വേണമെങ്കിലും കയറിയിട്ട് അഭിനയിക്കാൻ. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ അവർക്ക് അതിനോട് സപ്പോർട്ടായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാക്കാറ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു വേണ്ട, ഫസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ അഭിനയിച്ചില്ല. പിന്നെയും എൻ്റെ അങ്ങനെ ഒരു ലീഡ് പരിപാടികളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടികളോ ഒന്നും ചെയ്യാനായിട്ട് ഞാൻ ആയിട്ടില്ല എന്നുള്ള എനിക്ക് വലിയ ബോധ്യം ഉണ്ടായിരുന്നു. പിന്നെയും ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ലീഡ് ക്യാരക്ടർ KQ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ചെയ്തത്. ഓക്കെ, അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അതിനകത്തും കുറേ ബൈജു എഴുമുന്ന എന്ന് പറഞ്ഞ ആൾക്കാർ കാണുന്ന അയാൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള അതിൽ നിന്ന് വിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് മാറി മാറി ചെയ്തപ്പോൾ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം. അത് നേരത്തെ ചോദിച്ചതിൻ്റെ ഞാൻ ബാക്കിലേക്ക് പോകുന്നോട് പറയാണ്. ആ പോരായ്മകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കൂടോത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ അഭിനയിക്കണം എന്ന് മാത്രമെന്ന് കരുതിയിട്ടല്ല, അത് ഞാൻ പക്ക ബിസിനസ്സായിട്ട് തന്നെയാണ് നിന്നത്. എനിക്ക് അത്യാവശ്യം ആ പടം നല്ല പ്രോഫിറ്റ് വന്ന സിനിമയാണ് സുന്ദരപുരുഷൻ. 100 days ഓടിയിരുന്നു പടം, നന്നായി വന്നിരുന്നു. അതിനുശേഷം പിന്നെ തുറുപ്പുഗുലാനിലൂടെ തുറുപ്പുകുലാനൊക്കെ അതിനുശേഷം ചേട്ടൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രമായിട്ടല്ലേ തുറുപ്പുകുലാൻ. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ കുറെ ചെറിയ സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. ആ സിനിമകളൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പല സിനിമകളും വലിയ സൂപ്പർ സ്റ്റാറുകൾ മമ്മൂക്ക, ലാലേട്ടനോടൊക്കെ ഒപ്പം നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനത്തെ സിനിമകളാണ് ഇവിടം സ്വർഗമാണ്, തുറുപ്പുകുലാൻ, പോക്കിരി രാജ, അങ്ങനെ കുറെ സിനിമകൾ അങ്ങനത്തെ സിനിമകളാണ്.
അതല്ലാണ്ടും ഈ പറയുന്ന ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. അഞ്ചര കല്യാണം, ഈ പറയുന്ന ഞാൻ അങ്ങനെ കുറേ സിനിമ, ഹിറ്റ്ലർ ബ്രദേഴ്സ്, ഇങ്ങനെ ഒരുപാട് സിനിമകൾ പാരലൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകളാണ്. അന്ന് ആ ഒരു സമയം എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാവരും തന്നെ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി, എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ഇദ്ദേഹത്തെ അന്നേരം ഒരു പ്രൊഡ്യൂസറും കൂടി ആയി കഴിഞ്ഞല്ലോ. അന്നേരം അതിനുശേഷം ചേട്ടൻ എപ്പോഴെങ്കിലും നേരത്തെ പറഞ്ഞ പോലത്തെ റിജക്ഷൻ പിന്നീട് അങ്ങോട്ട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, അതെന്റെ തുടക്കകാലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടക്കകാലം എനിക്ക് തോന്നുന്നു ഒരു 84 തുടങ്ങിയൊരു 84 അല്ലോ 88, 90 ഒക്കെയാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത്. ആ ഒരു 5-6 വർഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്നെ അറിയില്ല, പലർക്കും അറിയില്ല. പിന്നെ അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു റിജക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ വലിയ സിനിമകളിൽ നിന്നൊക്കെ വലിയ ക്യാരക്ടർ ചെയ്തത് ബൈജു ആണ്, നീയാണ് ചെയ്യാൻ പോണതെന്ന് പറഞ്ഞു വെച്ചിരുന്ന പല ക്യാരക്ടേഴ്സും ഞാൻ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അറിയുന്ന വേറെ ആളാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. പിന്നീട് അങ്ങോട്ട് ചേട്ടൻ പ്രൊഡ്യൂസറായി വന്നതിന് ശേഷം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, നമ്മൾ പരിചയപ്പെടുന്ന ആ ഒരു സമയങ്ങളിലെല്ലാം അന്നേരമൊക്കെ ചേട്ടൻ നല്ല എല്ലാവരും ഇൻഡസ്ട്രിയിൽ ബൈജു പിന്നെ ശരിക്കും അറിയപ്പെടുന്ന ഒരാളായി, പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലും ആക്ടർ എന്നുള്ള രീതിയിലും. അന്ന് ചേട്ടൻ ഒരു റെഡ് കാറാ, എനിക്കൊന്നും ഓർമ്മയുണ്ട്. റീനി ചേച്ചിയും ചേട്ടൻ കൂടെ അവിടെ നിന്ന് വരും. ഏതായിരുന്നു കാറ്? ചേട്ടൻ നിങ്ങൾ അന്ന് വരുമായിരുന്നു, എനിക്കൊന്നും ഓർമ്മയുണ്ട്. നമ്മളെ ഷോയുടെ ഒക്കെ സമയത്ത് ഒരുമിച്ച സമയത്ത്. അപ്പൊ ആ സമയത്തൊക്കെ ചില ആൾക്കാർ പറയുന്ന ഒന്നാണ്, അവനിപ്പോ എന്തിന്റെ ഭയങ്കര കാശുകാരനല്ലേ, അവനൊക്കെ എന്തിന്റെങ്കിലും കുറവുണ്ടോ, പൈസ ഇതിന് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള മോഹം കാരണം ബിസിനസ്സിനകത്തുനിന്ന് ഒരു ഇത്തിരി എമൗണ്ട് അല്ലേ അവരിവിടെ കൊണ്ടിടുന്നുള്ളൂ, അവൻ അത്രയും ഉള്ളത് കൊണ്ട് അവൻ ഇങ്ങനെ ചെയ്യുന്നു. പക്ഷെ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ ചേട്ടൻ ഇത്രത്തോളം സിനിമ മോഹം ഉള്ളിലുണ്ടെന്നോ ഇത്രയും പാഷനേറ്റ് ആണെന്നോ അതൊന്നും മനസ്സിലാക്കാതെ വെറും ചിലരുണ്ട് ജാടയ്ക്ക് കാണിക്കുന്നവർ, സിനിമ ഒരു ഇത് എന്നുള്ള രീതിയിൽ. അങ്ങനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ചേട്ടന് തന്നെ തോന്നിയിട്ടില്ലേ പലരുടെ ഇടയിലും അങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത്? ഉണ്ടാവാം. അത് എനിക്ക് തോന്നുന്നു അത് നമ്മൾ കൂടുതൽ അറിയാത്തതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്നത് പോലും ഇപ്പോഴല്ലേ. പണ്ടൊക്കെ നമുക്ക് ഇന്റർവ്യൂ കാര്യങ്ങളോ ഒന്നുമില്ല. നാനാ പോലുള്ള വെള്ളി നക്ഷത്രത്ത് പോലും എന്തെങ്കിലും നമ്മൾ അവരെ ഇത് ചെയ്തിട്ടൊന്ന് എഴുതും, അല്ലെങ്കിൽ അതേ ഉള്ളല്ലോ. ഇന്ന് തുറന്ന് സംസാരിക്കാനായിട്ടുള്ള വേദികൾ ഉണ്ടാവുന്നുണ്ട്. സോഷ്യൽ മീഡിയ അത്രയും സ്ട്രോങ് ആണ്. അപ്പൊ നമ്മളെ കൂടുതൽ അറിയാൻ പറ്റും. അപ്പൊ അന്ന് പറഞ്ഞവരോ ഇയാൾ ഇത്രയും പാവമായിരുന്നോ, അല്ലെങ്കിൽ ഇവന് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ചിന്തകൾ അന്ന് പറഞ്ഞവർക്കുണ്ടാവാം. അത് നമ്മൾ അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ്. നമ്മുടെ രൂപത്തിലും ഭാവത്തിലും വണ്ടിയിൽ നടക്കുന്നതൊക്കെ ഇത് ചെയ്താലും എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ ഞാൻ അഹങ്കാരം എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. എനിക്ക് ഇത്രയും ദൈവം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നതും എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതൊക്കെ എല്ലാം അഹങ്കാരം ഇല്ലാത്തതുകൊണ്ടാണ്. രൂപത്തിൽ മാത്രമേ അഹങ്കാരമുള്ളൂ, അതെന്റെ കുറ്റമല്ല. ഇല്ല, ഞാൻ എന്ത് ചെയ്യാനാ. എനിക്ക് എൻ്റെ രൂപത്തിൽ ഞാൻ നടക്കും. ഞാൻ ബേസിക്കലി ഞാൻ സങ്കടം വന്ന് ആരും അറിയാതെ കരയുന്ന ഒരാൾ തന്നെയാണ്. തീർച്ചയായിട്ടും കരഞ്ഞിട്ടുണ്ട് ഞാൻ. പിന്നെയും കരഞ്ഞ റീനിയുടെ മുമ്പിലൊക്കെ മാത്രമേ ഉള്ളൂ കരഞ്ഞിട്ട്. അവളുടെ അടുത്ത് നമുക്ക് കരയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടില്ലേ. അല്ലാണ്ട് നമ്മൾ എല്ലാവരും ആരും കാണാണ്ട് പോയിട്ട് ബാത്റൂം എന്തിനാ, നമ്മുടെ കൂടെപ്പിറപ്പായിട്ട് കൂടെ ചേർത്തേക്കുന്ന അവരുടെ അടുത്ത് കരയണം ഇല്ലേ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ കരഞ്ഞും ഇതും ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു സംഭവമല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ രൂപത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മളറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കി തുടങ്ങിയ പിന്നെ ആൾക്കാരെ നമുക്ക് നെഗറ്റീവ് കമൻസോ ഇതൊന്നും അറിയാം ഇയാൾ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് അറിയാം. അപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടനെ പെട്ടെന്ന് ആ ഒരു ബാഹ്യമായിട്ടുള്ള രൂപം കാണുമ്പോൾ നല്ല ഹൈറ്റും ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കേ ഇങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും പിന്നെ ചെയ്തു പോയ കഥാപാത്രങ്ങൾ കുറേ ഗുണ്ടയായിട്ടും നെഗറ്റീവ് ഷെയ്ഡ്സും വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പം പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഒരു പേടിയും അങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി ഇത്രയധികം ഇമോഷണൽ ആണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പോലും വിഷമിക്കുന്ന ഒരു വ്യക്തിയാണോ ചേട്ടൻ? ശരി, തീർച്ചയായിട്ടും ആണ്. എനിക്ക് ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് അത് എന്താ പറയുക സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കാൻ തോന്നും. പക്ഷേ പെട്ടെന്ന് തളർത്തും. അതെ, നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ എന്തെങ്കിലും കഴിഞ്ഞാൽ വിഷമിക്കാറുണ്ട്. ഞാൻ വിഷമിക്കാറുണ്ട്. അതേപോലെ സന്തോഷം വന്നാൽ ഉറക്കച്ചിരിക്കും. 100%. കൂടുതലും ഞാൻ സങ്കടങ്ങൾ അധികം കാട്ടാറില്ല പുറത്ത്. ഞാൻ സന്തോഷമായിട്ട് തന്നെയാണ്. ഞാൻ എല്ലാവരും പറയുന്നത് എന്തിനാണ് നീ സങ്കടം കാണിക്കുന്നത്, നീ സന്തോഷിക്കുക, എന്തിനാ നിനക്ക് ലൈഫ് തന്നിട്ടില്ല, നീ കാണിച്ചു കൊടുക്കുക, അച്ചീവ് ചെയ്ത് കൊടു എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. എൻ്റെ ലൈഫിൽ ഇന്നിപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് വരുമ്പോഴും എൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരാളായിട്ട് ഞാൻ അവൻ്റെ കൊച്ചു പ്രശ്നങ്ങൾ ഞാൻ അവന് ദേഷ്യവും പറഞ്ഞു, അവനെ ഇതും ചെയ്തു, അവനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവന് ചീത്തയൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആ 3-4 പ്രാവശ്യം വിളിച്ചു, എന്താ അവന് ഓക്കെ അല്ലേ ഞാൻ ഇനി വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്ട്രോങ് ആവണം. അപ്പോൾ അവനെ സംബന്ധിച്ച് ആ ഈ പറഞ്ഞ കക്ഷിക്ക് സ്ട്രോങ് ആക്കാനായിട്ട് അവൻ ആളില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ഭാഗ്യം എന്നെ സ്ട്രോങ് ആക്കാൻ എൻ്റെ ഭാര്യയുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ നമ്മൾ. അപ്പോൾ അത് പലർക്കും ഇല്ലാത്തതുകൊണ്ടാണ് ഈ പോകുന്നത്. നമ്മൾ സ്ട്രോങ് ആക്കാൻ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാത്തവരാണ് ബിഗ് ക്രിമിനൽസ് ആവുന്നത്. ഇവിടെ നടക്കുന്നത് ആരെങ്കിലും നല്ലൊരു സുഹൃത്തുണ്ടാവണം, അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ചേർത്ത് പിടിക്കുന്ന. ഇന്ന് പല ഈ പ്രശ്നങ്ങളും ഈ മയക്കുമരുന്നിലോട്ടൊക്കെ പോകുന്നവരെ ചേർത്ത് പിടിക്കാനില്ലാത്തത് കൊണ്ടും അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ്. മാറ്റങ്ങളുണ്ടാവും അങ്ങനെ വരുമ്പോൾ. തീർച്ചയായിട്ടും നമ്മൾ തെറ്റ് ചെയ്തു പോയാൽ നമ്മുടെ അവിടെ ശാസിക്കാനും അത്രേ ഉള്ളൂ. എല്ലാം അവൻ്റെ മേത്തേക്ക് പിന്നെ എല്ലാം കൂടെ അങ്ങ് പോവല്ലേ, മാറും അതൊക്കെ. ചേട്ടൻ്റെ ഭാഗ്യത്തിന് അങ്ങനെ ഒരാളുണ്ട് എപ്പോഴും ത്രൂ ഔട്ടായിട്ട്. എൻ്റെ മക്കളും ഒക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഫുൾ ഞാനിങ്ങനെ സിനിമയാണെങ്കിലും മക്കളുടെ ഭാഗത്തും അവരും സപ്പോർട്ടുണ്ട്. അപ്പ ജയിക്കും എന്നാണ് എപ്പോഴും പറയുന്നത് മക്കള്. ചേട്ടനും മക്കളും തമ്മിലുള്ള ഒരു ബോണ്ടിങ് എങ്ങനെയാ? ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആണോ അതോ ഈ അച്ഛൻ മക്കൾ? ഫ്രണ്ട്ലി തന്നെയാണ്. എങ്കിലും കൂടുതൽ റീനിയായിട്ട് തന്നെയാണ് കൂടുതൽ. മക്കളുടെ കാര്യങ്ങളെല്ലാം നന്നായി നോക്കുന്നുണ്ട്. ഓക്കെ, അവർക്കും അറ്റാച്ച്മെന്റ് ഉണ്ട്. അവർക്കും അങ്ങനെ ഇല്ല, കുഴപ്പമില്ല. പല സിനിമകളും എൻ്റെ മോൻ ജോൺ എപ്പോഴും എന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊക്കെ അഭിനയിക്കാൻ അറിയാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതാണ് ഇതാന്നൊക്കെ എപ്പോഴും പറയും. പക്ഷെ കൂടോത്രം കണ്ടിട്ട് മാത്രം പുള്ളിക്കാരൻ അത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അവാർഡ് കിട്ടുന്നതിനേക്കാൾ വലുതാണ് ജോൺ അത് പറഞ്ഞു എന്ന് പറഞ്ഞു. ഓ, ശരിക്കും വലിയ കാര്യം. ചിലർ നേരെ തിരിച്ച് അച്ഛന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്ന കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് സ്വന്തം മക്കള് ഇങ്ങനെ പറയുമ്പോൾ അതൊരു അച്ഛൻ. ഇതിന്റെ മോനിപ്പോ ലാസ്റ്റ് വന്ന് പോയതിനു ശേഷം ഞാൻ ഇന്റർവ്യൂവിൽ ഒരു പടം കാണിച്ചിരുന്നു ഗോപി സുന്ദറിന്റെ സ്റ്റുഡിയോയിൽ പോയി. അപ്പൊ പറഞ്ഞതാണ്. അതെ അതിനു മുമ്പ് അപ്പൊക്കെ അഭിനയിക്കാനൊന്നും അറിയാൻ പാടില്ല, അപ്പൊ അങ്ങനെ എന്നൊക്കെ പറയും. അപ്പൊ വലിയൊരു അവാർഡ് ഇപ്പൊ തന്നെ കിട്ടി സിനിമയ്ക്ക്. അപ്പൊ മകളും കൂടെ ഉള്ളു ഇനി കണ്ടിട്ടൊന്ന് പറയാനായിട്ട്. കണ്ടിട്ടില്ല, മോളിപ്പോ വരും. സെറ്റിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാരും. ഓക്കെ. ഈ ഇപ്പൊ ചേട്ടൻ ഒരുപാട് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഷെയ്ഡ്സ് വില്ലൻ ആയിട്ടുള്ള കുറെ ചെയ്യുമ്പോൾ കുറെ ഫൈറ്റ് സീനുകളും ഇതെല്ലാം ഇതിന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ട്. ഈ ഫൈറ്റ് സീനുകളൊക്കെ നമ്മൾ കാണുന്നപ്പോൾ നമുക്കറിയാം കുറെയൊക്കെ ചിലപ്പോൾ ഇഞ്ചുറീസ് വരാറുണ്ട്. എനിക്ക് ഇഞ്ചുറീസ് ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപാട് വന്നിട്ടുണ്ട് ഇഞ്ചുറീസ്. ഒരുപാട് ഇഞ്ചുറീസ് വന്നിട്ടുണ്ട്. സിനിമയെന്ന് പണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. പണ്ടൊക്കെ അടി കിട്ടുക, നേരെ പോയി റോഡിൽ പോയി വീഴുക, അങ്ങനെയൊക്കെയാണ്. വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞൊരു സിനിമയിൽ രാജുവിൻ്റെ ഒരു ചവിട്ടി കിട്ടിയിട്ട് ഞാൻ ഒരാഴ്ച ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി. പിന്നെ അങ്ങനെ ഇടയ്ക്ക് ഇപ്പോൾ കൂടോത്രം ഒരു സീൻ ചെയ്തെങ്കിലും ഫുൾ തീർന്നു എന്ന് കരുതിയ ഫൈനൽ ക്ലൈമാക്സിലൊരു അടി അംജിത്ത് മൂസ എന്ന് പറഞ്ഞ എയറിൽ നിന്നിട്ട് അടിച്ചു. എല്ലാ 150 പേരോളം ഉണ്ടായിരുന്നു അന്ന് സെറ്റിൽ. എല്ലാവരും പിൻ ഡ്രോപ്പ് സൈലൻ്റായി. ഞാനൊരു 1 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇതായത്. സ്ട്രൈറ്റ് അടി കിട്ടി. അത് പുള്ളിയുടെയും മിസ്റ്റേക്ക് അല്ല, എൻ്റെ ടൈമിംഗ് ഇല്ലായ്മ. അതെ ഞാൻ ജസ്റ്റ് കയറേണ്ടത്, ഇവിടെ നിൽക്കേണ്ടത് ജസ്റ്റ് ഒന്ന് കയറി. അപ്പോൾ അടി ഇവിടെ നിൽക്കുന്ന ആ അടി ഇങ്ങനെ പോകും. കയറിയ നേരം ഒന്ന് അവിടെ അടിച്ചു. അതെ, അത് ഏറി നിന്നിട്ടാണ്. അംജിത് മൂസ അറിയാലോ, അത്രയും ഫൈറ്ററാണ്, അത്രയും ഹെവി ബോഡിയാണ്, പ്രാക്ടീസ് ചെയ്യണ, എയറിൽ നിന്നിട്ട് അടിച്ചത്. അപ്പോൾ തീർന്നു പോയതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അദൃശ്യ ശക്തി എന്ന് പറയുന്നത് മൈ ജീസസ് ആണ്. 100% ഞാൻ വിശ്വസിക്കുന്നു. എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതിനെ ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല, നീ പ്രൂവ് ചെയ്തിട്ട് പാടാന്ന് പറഞ്ഞിട്ട് സമയം തോന്നും. തീർന്നു പോകേണ്ടതാണ്. ഏതൊക്കെ നടന്മാരുടെ നടി കിട്ടിയിട്ടുണ്ട് കേക്കട്ടെ ലിസ്റ്റ്. മമ്മൂക്കൊക്കെ അങ്ങോട്ടാണ് ആദ്യം കൊടുത്തത്. അയ്യോ പാവം. എഴുപുന്നത്തര എന്ന് പറഞ്ഞ പടത്തില് ത്യാഗരാജൻ മാഷാണ് മാസ്റ്റർ. അപ്പം ഞാനും ആ പടത്തിൽ മമ്മൂക്കയും ജഗദീഷും ഒരു ബൈക്കിനെ കോഴിയൊക്കെ വാങ്ങി വരും. ഞാനും സാദിക്ക് ഒരു ജീപ്പ് വരും, വട്ടം വയ്ക്കും. അപ്പോൾ വന്നിട്ട് അവിടുത്തെ അടി 4 ഫൈറ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് അടിക്കുന്നത് ഞാൻ വന്നൊരു ബ്രിഡ്ജിൻ്റെ അടിയിൽ പുള്ളി ഇങ്ങനെ ഒഴിയും, കാലെടുത്ത് ഇവിടെ അടിച്ചു. ഞാൻ ഓർത്തു അന്ന് ഒരുപാട് ഒരു ഷൂട്ടിങ്ങാണ്. ത്യാഗരാജൻ മാസ്റ്റർ എന്ന് പറഞ്ഞ് കൈയടിക്കുന്നതാണ് പണ്ട്. സംഘടനം ത്യാഗരാജൻ കൈയടിക്കുന്ന ഒരേ ഒരു മാസ്റ്ററേ ഉള്ളൂ. ഭയങ്കര ഫേമസ് അല്ലായിരുന്നോ അദ്ദേഹത്തിന്റെ? ആണെന്ന് എപ്പോഴും ഓർമ്മയുണ്ടോ? അത്ര മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് അടി അവിടെ. പിന്നെ ഒരു അടി സിദ്ദിഖ് ഒരു പടത്തിനകത്ത് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ പടം, ഇതുപോലെ വിജി തമ്പി സാറിൻ്റെ പടം, അതൊക്കെ പുള്ളിയായിട്ട് ഫൈറ്റിൻ്റെ ഇടയിൽ ഒരടിന്ന് പൊട്ടാന്ന് കേട്ടോ.
ഏട്ടാ ഓൺ ദ സ്പോട്ടിൽ വിജയ് തമ്പി സാർ പറഞ്ഞു ഇവിടെയൊക്കെ പിടിച്ച് മാറ്റാൻ വരച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞിട്ട് അന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് എന്നെ വിളിച്ചിട്ട് അത് എൻ്റെ ടൈമിങ് വ്യത്യാസമല്ലായിരുന്നു. ഞാനീ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കയറി ഒന്ന് അടി ശരിക്കും കൊണ്ട് പുള്ളി. ഞാൻ എന്നിട്ട് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഈ നമ്മുടെ തോപ്പുംപടി പാലമില്ലേ, 12-1 മണിക്ക് വണ്ടിയൊന്നുമില്ല. ഞാൻ അന്ന് കുറേ കരഞ്ഞ് ഞാൻ ആ പാലത്തേ കൂടെ നടന്നു പോയിട്ട് തോപ്പുംപടി വന്ന് ബസ് കാത്ത് നിന്ന് ഞാൻ കയറിപ്പോയി. വർഷങ്ങൾക്ക് മുമ്പാണ്, 25 വർഷം മേലായി സിനിമ. അതൊക്കെ തുടക്കകാലത്താണ്. അങ്ങനെ കുറച്ച് പേർക്കിട്ടൊക്കെ കൊടുക്കാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിട്ടും. റിസ്ക് ആണ് ഫൈറ്റ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല. അതെ, ഭയങ്കര ടൈമിംഗ് കറക്റ്റ് ആയിട്ട് വേണം. ടൈമിംഗ് വിജയ്ക്കിട്ട് അടിച്ചു കാവലൻ എന്ന് പറഞ്ഞ പടത്തില് ചേട്ടൻ കൊടുത്തു. അടി ഒരെണ്ണം ഇത് കിട്ടി. അത് മറ്റേ സ്റ്റിക്ക് ഉണ്ടായിരുന്നേ, ആ സ്റ്റിക്ക് 3-4 സ്റ്റിക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത സ്റ്റിക്ക് അതിനകത്ത് ഡമ്മി സ്റ്റിക്കുണ്ട്, ഒറിജിനൽ സ്റ്റിക്കുണ്ട്. ഒരടി ഒറിജിനൽ സ്റ്റിക്ക് എടുത്ത് പടത്തിലുണ്ട് കാവലനില്. അടി പുള്ളിക്കെട്ട് കിട്ടി കൈക്കിട്ട്. അത് കുറച്ച് വെയിറ്റ് കുറച്ചിട്ടാ, അല്ലെങ്കിൽ കൈ ഒടിഞ്ഞുകൊണ്ട് അടിയാ. ആ സിനിമയിലെ കാവലൻ എന്ന് പറഞ്ഞ സിനിമയിൽ വിജയ് കൂടുതലും എൻ്റെ നിന്ന് അടി വാങ്ങിയിരിക്കുന്നത്. വിജയുടെ എല്ലാ സിനിമകളിലും വിജയിനെ അടിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പുള്ളി അടിച്ച്. കാവലൻ എന്ന് പറഞ്ഞ സിനിമയിൽ ആ ക്യാരക്ടർ അങ്ങനെയായിരുന്നു. എനിക്ക് ആ തമിഴ്നാട്ടിലൊക്കെ ചില ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു ആ ഇടയ്ക്ക്. പിന്നെ വേലായുധത്തിൽ വിജയോടൊപ്പം അഭിനയിച്ചു 80 ദിവസത്തോളം. പുള്ളിയായിട്ട് അത്രയും നല്ല ബന്ധം ഉണ്ടാക്കാൻ സാധിച്ചു. ഭയങ്കരമായിട്ട് തന്നെ മോശമായിട്ട് റിയാക്ട് ചെയ്തിരുന്നു വിജയുടെ കാവലൻ എന്ന് പറഞ്ഞ സിനിമയിൽ. ഞാൻ പറ്റത്തില്ല. അവരുടെ ഒരു ഫാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷയില്ല. എങ്ങനെയൊക്കെയായിരുന്നു, എന്തൊക്കെ മോശം അനുഭവങ്ങൾ? വളരെ മോശമായിട്ട് എൻ്റെ അടുത്ത് ഉടക്കിയൊക്കെ വന്നിട്ടുണ്ട് ആ സിനിമ. ഇല്ല, ചുമ്മാ ഉടക്കി പരിപാടി. അങ്ങനത്തെ ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു താരങ്ങൾ, ഇതിപ്പം ഫൈറ്റിന്റെ സീനിൽ ചെറിയൊരു ടൈമിംഗ് തെറ്റിയിട്ടൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടന് കിട്ടിയിട്ടുമുണ്ട്, ചേട്ടന്റെ ഭാഗത്തുനിന്നും പോയിട്ടുണ്ട്. പക്ഷെ ഇത് മറ്റുള്ള താരങ്ങൾ കൂടെ ഉണ്ടായിരുന്നവർ അതൊരു വലിയ ഇഷ്യൂ ആക്കുവോ, അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇഷ്യൂ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല. പിന്നെ ഒരു പടം ഞാൻ മനോജ് കെ ജയനും കൂടെ ചെയ്യുന്ന ഒരു പടം, ആ പടത്തിന്റെ ഒരു കലാപം എന്ന് പറഞ്ഞൊരു പടം. ഓരോ ഇഷ്ടിയ കളത്തിനകത്താണ് അടി. അത് ഇതുപോലെ അടിച്ചിട്ട് ഇഷ്ടിയ ഇങ്ങനെ ഡമ്മി ഇഷ്ടിയം വെച്ചിട്ടുണ്ട്, ഒറിജിനൽ ഇതും വെച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്ത് ഒരു ഇഷ്ടിയ ഇതുപോലെ എടുത്ത് ഡമ്മിക്ക് പകരം ഒറിജിനൽ ഇഷ്ടികയിൽ മനോജ്, കാര്യം ഒന്നാ ഞങ്ങൾ ആ വെള്ളത്തിൽ ഞാനും മനോജും കിടന്ന് ചെളിയുടെ അകത്ത് ഇങ്ങനെ ഇങ്ങനെ വന്നു. ഒരു സെക്കൻഡിൽ മനോജിന് എപ്പോഴോ തോന്നി ഇത് ഇഷ്ടിയാണല്ലോ എൻ്റെ കൈ ഇരിക്കണേന്ന് ഓർത്തു. അല്ലെങ്കിൽ അടിച്ച് തല പൊളിഞ്ഞു പോകാനാ. അതെൻ്റെ കാല് വേറെ കൊണ്ട് കീറിയിട്ട് ഞാനിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മുടെ ഭീമൻ്റെ ചേട്ടനാണ് പുള്ളിക്കാരന്. അന്ന് ഒരു ബോട്ടിൽ ആരോ സെറ്റ് ചെയ്യുന്ന കൊണ്ടുവന്ന് വന്നിട്ട് ഒരു ബോട്ടിൽ ബ്രാൻഡി അതൊഴിച്ചിട്ട് കാലിലിട്ട് ഒഴിച്ചിട്ട് ഫുൾ ഒഴിച്ച് കഴുകി ക്ലീൻ ഇത് ചെയ്തിട്ട് അതെങ്ങനെയോ പിന്നെ നമ്മൾ ഗമ്മില്ലേ, അതായത് നമ്മൾ ബ്ലഡ് ഇത് ചെയ്യാനായിട്ട് ഗമ്മുണ്ട്, അത് വെച്ചിട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് അങ്ങനെയൊക്കെ കുറേ പറ്റിയിട്ടുണ്ട്. പിന്നെ വലിയൊരു ഇത്, ഞാൻ ബോക്സർ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് അന്ന് നമ്മുടെ ജഗന്നാഥ വർമ്മ സാർ ക്ലൈമാക്സിൽ ബാബു ആൻ്റണി വന്നിട്ട് ഞങ്ങളെ വെടിവെച്ച് കൊല്ലും. 3 പേര്. ഞാൻ A1 അനിൽ എന്ന് പറഞ്ഞ അനിൽ മരിച്ചു പോയി, ഇപ്പോൾ അനിൽ ആക്ടറായിരുന്നു. പിന്നെ ജഗന്നാഥ വർമ്മ ഫസ്റ്റ് എന്നെ അന്ന് ബോംബ് ഇവിടെ വെച്ചിട്ട് പ്ലാസ്റ്റർ ഇതെല്ലാം വെച്ചിട്ട്, അന്ന് ഇതാണല്ലോ ഇങ്ങനെ ബാറ്ററി ഷോർട്ട് ചെയ്തിട്ടാണ് അടിക്കുന്നത്, ഇത് ഹെഡിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് എല്ലാം വെച്ചിട്ട്. അങ്ങനെ ഇതെല്ലാം എനിക്ക് ഫിറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ക്യാമറയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, ബൈജുനൊന്നും ഇപ്പോൾ പോയിട്ട് കാര്യമൊന്നുമില്ലെന്നേ, ഫസ്റ്റ് എന്നെ ഇത് ചെയ്യുന്ന പറഞ്ഞ ജഗന്നാഥ് വർമ്മ സാറ് ആ സാധനം എല്ലാം പൊളിച്ച് പുള്ളിക്ക് വെച്ച് ഇത് ചെയ്തു. റോൾ ക്യാമറ ആക്ഷൻ അടിച്ച് ഭയങ്കര എക്സ്പ്രഷനും കൈയടിയും മറ്റും ഭയങ്കര ഇത്. അതിലാണ് പുള്ളിയുടെ കണ്ണ് പോയത്, ജഗന്നാഥ് വർമ്മ സാറിൻ്റെ. പിന്നെ അതിന് ശേഷം പുള്ളി മറ്റേ കണ്ണ് വേറെ കണ്ണ് വെച്ചിട്ടാണല്ലോ. എനിക്ക് കിട്ടേണ്ടതാണ് അതെന്തോ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. ഇവിടെയായിരുന്നു ഇത് വെച്ചിരുന്നത്. ഇത് പൊട്ടി പുള്ളിയുടെ കണ്ണിലാണ് അടിച്ചതെന്ന്. അങ്ങനെ അപ്പം അങ്ങനെ സിനിമയിൽ ഫൈറ്റ് എന്ന് പറയുന്ന സാധനം അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ സിനിമ. പച്ചക്കുതിര എന്ന് പറഞ്ഞ സിനിമയിൽ പെട്രോൾ പമ്പിന് ബോംബിടുമ്പോൾ ഞാൻ അവിടെയുണ്ട്. എൻ്റെ ബോംബ് ഇതായിട്ടാണ് കാണിക്കുന്നത്. വലിയൊരു ഇതിങ്ങ് വന്നു, എന്തോ ഇതിൻ്റെ ഇടയിൽ നിന്ന് മാറിയില്ലെങ്കിൽ അടിച്ച് ഇത്രയങ്ങ് പോയി. ഫൈറ്റ് ഏറ്റവും കൂടുതൽ റിസ്ക്കാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഫൈറ്റേഴ്സ് എത്രയോ പേര്
മരിച്ചുപോയവരുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ ഫുൾ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന എത്രയോ പേര് ചെന്നൈയിൽ ചെന്നാൽ കാണാൻ പറ്റുന്നറിയോ ഫൈറ്റേഴ്സ്. ഭയങ്കര റിസ്കി തന്നെയാണ് സിനിമയിലെ ഫൈറ്റ്. പക്ഷെ ഇന്നിപ്പം ടെക്നിക്കൽ സൈഡ് ഇത്രത്തോളം ടെക്നിക്കൽ റിസ്കിയാണോ? റിസ്കി ചില ഷോട്ടുകൾക്കൊക്കെ റിസ്കി ഉണ്ട്. ആണോ? അതെ. പക്ഷെ ഇന്നിപ്പോ സേഫ്റ്റി ആയിട്ട് അവർ അതുപോലെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ടും അത് സ്റ്റിൽ, കാരണം ഒരു ടൈമിംഗ് തെറ്റിയാൽ സംഭവിക്കാം അല്ലേ? എന്ത് സേഫ്റ്റി ആണെങ്കിലും അങ്ങനത്തെ ഇപ്പോഴും ഇപ്പോൾ ഈ കാന്താര എന്ന് പറയുന്ന സിനിമയിൽ ഫൈറ്റിൻ്റെ ഇടയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. പിന്നീട് അവിടുന്ന് ചേട്ടന് ഇത്രയും ഈ ഓരോരോ പിന്നീട് അങ്ങോട്ട് കഥാപാത്രങ്ങളായിട്ടുള്ള ഒരുപാട് നല്ല നല്ല ക്യാരക്ടർ റോളുകൾ കിട്ടി. ഇപ്പൊ പോയ വർഷമാണ് വിശേഷം. അതൊക്കെ ചേട്ടൻ ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു മൂവിയൊക്കെ ആയിരുന്നു. അതും ഒരു ബ്രേക്കിന് ശേഷമാണ് അത്തരത്തിലുള്ള ഒരു നല്ലൊരു കഥാപാത്രം ചേട്ടനെ തേടിയെത്തിയത്. ഇതിലൊക്കെ ഓരോന്നും പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചേട്ടനൊരു, ഇപ്പോഴും മുമ്പേ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി, ഞാൻ ഇപ്പോഴും എൻ്റെ എല്ലാം ഒന്നും എനിക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ അത്രയും തൃപ്തിയായിട്ടുള്ളതൊന്നും വന്നിട്ടില്ല, സ്റ്റിൽ എനിക്ക് ഇനിയും നേടാനുണ്ട് എന്നുള്ളത്. പക്ഷെ എന്നാലും ഈ ചെയ്തെടുത്തോളം സിനിമയിൽ ഒരല്പം നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കഥാപാത്രം അതേതായിരുന്നു? കുമ്പളങ്ങി നൈറ്റ്സിലെ ചിറ്റപ്പൻ. ആ സിനിമ കൊണ്ട് എനിക്ക് ഒരുപാട് പേരെന്നെ വിളിക്കുകയും സിനിമയോടൊപ്പം ആ കഥാപാത്രത്തിന്റെ ചില കുഞ്ഞു മൊമെന്റ്സ് ആണ്, ചില ലുക്ക്, നോട്ടം, ചില ഇത് അങ്ങനെ അതൊക്കെ മതി ഒരു അയാൾ ആക്ടറാണെന്ന് തിരിച്ചറിയാനായിട്ട് ഡയറക്ടേഴ്സിന്. അങ്ങനെ തിരിച്ചറിഞ്ഞ ഒരു സിനിമയായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ്. പിന്നെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. വിശേഷം സുരേഷ് ഓമിന്റെ, അതും ഒരു ലീഡ് പോലത്തെ വിശേഷമൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കൂടോത്രം എന്ന് പറഞ്ഞൊരു സിനിമയിലേക്ക് എന്നെ എത്തിച്ച് നിൽക്കുന്നത്. ആസ് എ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം തന്ന സിനിമയാണ് കൂടോത്രവും ഈ വിശേഷവും കുമ്പളങ്ങി നൈറ്റ്സും ഒക്കെ. ഓക്കെ. ഒരു പക്ഷേ സിനിമ ഭയങ്കര രീതിയിൽ അങ്ങനെ ആൾക്കാരെങ്ങനെ സ്വീകരിച്ചു അല്ലെങ്കിൽ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ട് അങ്ങനെയൊന്നും വന്നില്ലേ പോലും ചില കഥാപാത്രങ്ങൾ, ചില ആൾക്കാർക്ക് കിട്ടുന്ന റോൾ അത് അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ സിനിമ ഹിറ്റ് ആവാത്തത് കൊണ്ട് അവർക്ക് വേണ്ട ഒരു സ്വീകാര്യത ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അതിനോട് എന്താ ചേട്ടനൊരു ഇത്? കാരണം ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ്. എന്നാൽ സിനിമ ഹിറ്റായാൽ മാത്രമേ അത് ആ ക്യാരക്ടറും ഹിറ്റ് ആവുന്നുള്ളൂ എന്നതിൽ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. അതായത് രണ്ട് രീതിയിലാണ്. ആസ് എ ആക്ടർ ഇപ്പോൾ നമ്മൾ ഒരുപാട് അവാർഡ് മൂവികളുണ്ട്, ഓഫ് ബീറ്റ് മൂവീസ് ഒക്കെ ഉണ്ട്. അതിന് കിട്ടുന്ന ഒരു അംഗീകാരം വേറെയാണ് ഇല്ലേ? അത് കാണുന്ന വളരെ കുറച്ചായിട്ടുള്ള ആൾക്കാരും ഒക്കെയാണ്. പക്ഷെ ഒരു കൊമേഴ്സ്യൽ സക്സസ് എന്ന് പറയുന്ന വലിയ ഹിറ്റാവുന്ന സിനിമ, ഫോർ എക്സാമ്പിൾ തുടരും എന്ന് പറഞ്ഞ സിനിമയിൽ അതിനകത്ത് ഞാൻ ശ്രീത്തിനോട് പറഞ്ഞു, ശ്രീത്ത് എൻ്റെ ഈ സിനിമയിൽ അഭിനയിച്ചടാ, ശ്രീത്ത് രവി അത്രയും വലിയ 350 കോടി രൂപ കളക്ട് ചെയ്ത സിനിമയിൽ ഒരു പാർട്ടാവുക എന്നുള്ളത് ആസ് എ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഭയങ്കര ഒരു ഭാഗ്യമാണ്. എപ്പോഴും വിജയിക്കുന്ന സിനിമകൾ, കൂടുതൽ ആൾക്കാർ കാണുന്ന സിനിമകളിലെ ഒരു ക്യാരക്ടർ ചെയ്താൽ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെറിയ പടത്തിൽ ചെയ്തതിനേക്കാളൊക്കെ എത്രയോ വലുതായിരിക്കും. തീർച്ചയായിട്ടും അത് സിനിമയിൽ അത് എല്ലാവരും ആഗ്രഹിക്കുന്നതും അത് തന്നെ. എത്രയോ പേര് ആഗ്രഹിച്ചിട്ടുണ്ടാവും വലിയ നടന്മാർ അതിനകത്തൊരു പാട്ടാവണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഹിറ്റാവുന്ന സിനിമയിൽ ഒരു പാട്ടാവുക അല്ലെങ്കിൽ അതിനകത്തൊരു ക്യാരക്ടർ ചെയ്യുക എന്നൊക്കെയുള്ള എല്ലാം ഒരു ഭാഗ്യം തന്നെയാണ്. ഇന്നിപ്പോൾ ഈ സിനിമയിൽ ഭാഗമാകാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കൂടുതൽ സിനിമകൾ കിട്ടാൻ വേണ്ടിയിട്ടും ഇന്നിപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് കാണുന്നുണ്ട് നമ്മുടെ സിനിമയിൽ. യെസ്, ആ ഒരു ടീം അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ടീം വർക്കാണ്. ഓക്കെ, അവർ ചിലപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുണ്ടാവാം, ആണേലും അല്ലെങ്കിലും ആ ഒരു ടീമിന്റെ ഒരു തുടർച്ചയായിട്ട് പല പല സിനിമകൾ നമ്മൾ കാണും. എന്നാൽ ചേട്ടന് ആ ഒരു തുടക്ക സമയത്ത് തന്നെ മമ്മൂക്കിയായിട്ടൊക്കെ നല്ല റിലേഷൻ ഉള്ളൊരു സമയമാണ്. നല്ലൊരു അദ്ദേഹം സഹോദരനെ പോലെയാണ് താങ്കളെ കാണുന്നതുമെല്ലാം. പക്ഷെ ഒരിക്കലും ചേട്ടൻ ആ ഒരു ബന്ധത്തെ ഒരു യൂട്ടിലൈസ് ചെയ്യാനോ, ഇപ്പൊ അദ്ദേഹം എന്ന് മാത്രമല്ല പിന്നീട് അങ്ങോട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബന്ധങ്ങൾ എപ്പോഴെങ്കിലും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഒരിക്കലും നോക്കിയിട്ടില്ല? ബന്ധങ്ങൾ ഒരിക്കലും യൂട്ടിലൈസ് ചെയ്യരുത്. ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഞാൻ മമ്മൂട്ടിനെ കാണുന്നത്, മമ്മൂക്കിനെ കാണുന്നത് എനിക്ക് അവസരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് കരുതിയാൽ അത് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ വെട്ടിത്തരമാണ്. ആ ബന്ധം എന്ന് പറയുന്നത് ഞാൻ ചില സിനിമകളൊക്കെ എനിക്ക് ചിലപ്പോൾ പൈസ പോരാണ്ടൊക്കെ ഉള്ള സിനിമകളുണ്ട്. ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് സഹായിക്കുന്ന, എനിക്ക് വേണമെങ്കിൽ മമ്മൂക്കയോട് വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ ചിലപ്പോൾ ചോദിച്ചത് പുള്ളി തരികയും ചെയ്യും. ഞാൻ ചോദിക്കില്ല. മമ്മൂക്ക എന്ന് പറയുന്നത് ഞാൻ കാണുന്ന വേറെ ഇതാണ്. അത് മമ്മൂക്കയുടെ കൂടെ ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ട് എനിക്ക് സിനിമകൾ കിട്ടണമെന്നോ ഒന്നുമില്ല. എന്നാൽ മമ്മൂക്കയുടെ കൂടെ ഒരുപാട് സിനിമകൾ എനിക്കൊന്ന് 140 days 140 150 ദിവസമോ
കണ്ടിന്യൂസ് ഞാൻ മധുരരാജ, മാമാങ്കം, ഗാനഗന്ധർവൻ, അങ്ങനെ 100-150 ദിവസത്തോളം ഈ 3 പടമായിട്ട് ഞാൻ പോയിട്ടുണ്ട്. എന്നാൽ പോലും മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ കണ്ടു. എങ്കിൽ പോലും മമ്മൂക്ക എനിക്ക് റോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാനോ അത് ഞാൻ നിന്നിട്ടില്ല. എന്നാൽ മറ്റുള്ളവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടാവും. മമ്മൂക്ക എന്ന് പറയുന്ന ഒരാൾ അത് വേറെയാണ് എന്ന് വെച്ച് എൻ്റെ അത്രയും സൗഹൃദങ്ങളായിട്ട് ആൾക്കാർ എനിക്ക് റോൾ തരും. അത് വന്നു പെടുന്നതാണ്. ഇതിപ്പോൾ ഞാൻ സൂരജ് ടോമുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല, ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല. എന്തുകൊണ്ട് എനിക്ക് വിശേഷം എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ലീഡ് ക്യാരക്ടർ അയാൾ തന്നു. കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടിട്ടാണ് അയാൾ എനിക്ക് തന്നതെന്ന് പറയുന്നു, അല്ലെങ്കിൽ യുവം കണ്ടിട്ടാണ് എനിക്ക് ആ റോൾ തന്നതെന്ന് പറയുന്നു. അപ്പോൾ അതും ഞാനും അയാളും തമ്മിലുള്ള ബന്ധമുണ്ട്. അങ്ങനെ എത്രയോ സിനിമകൾ ഓരോ ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്യുന്നു. സിനിമ അങ്ങനെ കരുതരുത്. നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ നമുക്ക് 100% വരും. അതിന് ചിലപ്പോൾ സമയം ഉണ്ടാവാം, ചിലപ്പോൾ ഇനി 5 വർഷം കഴിഞ്ഞാവാം, 10 വർഷം കഴിഞ്ഞാവാം. ആ ഒരു ക്യാരക്ടർ നിനക്ക് വെച്ചിട്ടുള്ളതാണെങ്കിൽ 100% തന്നെ എത്തും. അല്ലാണ്ട് പ്ലാൻ ചെയ്ത് ഇപ്പോൾ ഞാൻ അങ്ങനെ പടത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ പ്രശ്നമാണ്. വലിയ ഹിറ്റായ സിനിമകളിൽ ഇന്ന റോളിൻ ബൈജു ആണ് ചെയ്യണേന്ന് പറഞ്ഞ സിനിമ, ആ സിനിമയിൽ വേറൊരു ആർട്ടിസ്റ്റ് ചെയ്ത പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് പോയിട്ടുണ്ട്. എനിക്കതിൽ സങ്കടമില്ല, എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ള അതൊന്നുമില്ല. അപ്പോൾ നിനക്ക് അതിലും വലിയൊരു സാധനം വേറെ വരും എന്ന് നമ്മൾ കരുതുക ഇല്ലേ? ഒരു യാത്രയല്ലേ. ഒരു കടയിൽ കിട്ടാത്ത ചിലപ്പോൾ അങ്ങോട്ട് കുറേ പോയി കഴിയുമ്പോൾ വേറെ കടയിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. ബന്ധങ്ങൾ ചൂഷണം ചെയ്യപ്പെടരുത്, അത് ചേട്ടനിപ്പോൾ പറഞ്ഞു. പക്ഷേ നമ്മൾ കാണുന്ന ഒന്ന്, നല്ല രീതിയിലും നമുക്കിവിടെ നിൽക്കണം എന്നുണ്ടെങ്കിലും എന്താ പറയുക, ഒരു ടീമിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ആ ഒരു സുഹൃത്തിനെ മാക്സിമം അവരുടെ കൂടെ നിന്നാലേ നമുക്കിവിടെ സിനിമകൾ കിട്ടുള്ളൂ എന്നും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ അവരുടെ ഒരു എന്താ പറയുക നിലനിൽപ്പിൻ്റെ വേണ്ടിയിട്ട് അങ്ങനെ ചില ആൾക്കാരൊക്കെ വിചാരിക്കും. അങ്ങനെ ആയിരിക്കില്ല. കാര്യം ഓരോ ടീം എന്ന് പറയുമ്പോൾ ഡയറക്ടർ, ക്യാമറമാൻ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അങ്ങനെ പോകുന്ന ടീമുകളുണ്ട്. നമ്മൾ ഒരു ടീം അല്ലാണ്ട് എല്ലാ ടീമിലേക്കും കയറുക അല്ലെങ്കിൽ അവരുടെ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇന്നൊരു ടീം പണ്ടൊക്കെ പറയുമായിരുന്നു, ട്രിവാൻഡ്രത്തെ ഒരു ടീമുണ്ട്, എറണാകുളം ഒരു ടീമുണ്ട്, ഇങ്ങനെ ഒരു കോക്കസ് പരിപാടികളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയില്ല. ക്യാരക്ടർ ഓക്കെ ആണെങ്കിൽ അവർ വിളിക്കും. അതിപ്പോൾ അതിനേക്കാളുപരി ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് ഇന്നത്തെ സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക, റോഡിൽ കൂടെ പോകുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ എഴുതി വച്ചിരിക്കുന്ന ഇതിൽ ഇവനാണെന്ന് മനസ്സിലാക്കി അവനെ വിളിച്ച് അഭിനയിപ്പിച്ചാൽ ചിലപ്പോൾ നന്നായി, എന്നേക്കാൾ നന്നായിട്ട് അഭിനയിക്കുന്ന അത്രയും ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് ആൾക്കാർ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഈ പ്രണവിൻ്റെ പടം ഇപ്പോൾ ഡൈസിറ ഞാൻ ഇന്നലെ കണ്ടപ്പോൾ അതിനകത്ത് പ്രണവിനേക്കാൾ അതുപോലെ തന്നെ ഒപ്പം തന്നെ അഭിനയിച്ചിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് കൂടെ. പുള്ളിയുടെ പേര് ഞാൻ ഈ സപ്ത റെക്കോർഡ്സിൽ ഇപ്പോൾ ഞാൻ എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനായിട്ട് ചെന്നപ്പോൾ ഞാൻ പുള്ളിനോട് വെച്ച് പരിചയപ്പെട്ടു. പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അത് ഗംഭീരമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അന്ത് സീനിയർ. അപ്പോൾ ഇത്രയും വർഷങ്ങൾ അഭിനയിച്ചതിനേക്കാൾ ജിബിൻ ഗോപിനാഥ് എന്ത് ഗംഭീരമായിട്ട് അയാൾ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രഷ് മുഖങ്ങളെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. പണ്ടാണെങ്കിൽ ഇപ്പോൾ പ്രിയദർശൻ സാറിൻ്റെ സിനിമയിൽ പുള്ളി എപ്പോഴും പറയും ഇന്നസെൻ്റ് ഏട്ടൻ, ശങ്കടി ചേട്ടൻ, ഇങ്ങനെ നെടുമുടി വേണിച്ചേട്ടൻ, അങ്ങനെ അന്ന് ആ ഒരു സമയമായിരുന്നു. അന്ന് അവർ തന്നെ വേണം. അന്ന് അവർക്ക് പകരം നമ്മൾ വേറെ ആരെ കണ്ടാലും നമുക്കും ഇഷ്ടമാവില്ല, ആർക്കും ഇഷ്ടമാവില്ല. പക്ഷേ ഇന്ന് സിനിമ മാറിപ്പോയി. ഇന്ന് ഇതുപോലുള്ള ഗംഭീര ആർട്ടിസ്റ്റുകൾ പുറത്ത് നിൽക്കുന്നുണ്ട്. ചുമ്മാ സൈഡിലൂടെ പോകുന്നുണ്ട്, ബസ്സിൽ കയറി പോകുന്നുണ്ട്, ഓട്ടോയിൽ കയറി പോകുന്നുണ്ട്. ഇടിച്ചിറക്കി കൊണ്ടുവന്നിട്ട് അഭിനയിപ്പിച്ചാൽ ഒരു ഗംഭീരവും. അത് പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിക്കാൻ നിൽക്കുന്ന അത്രയും ആയിട്ടുള്ള ഒരു ഓഡിയൻസ് നമുക്കുള്ളപ്പോൾ നല്ല സിനിമകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ചേട്ടൻ ഇപ്പോഴും നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടാനായിട്ട് ഇപ്പോഴും വിളിക്കാറുണ്ടോ, ഫോളോ അപ്പ് ചെയ്യാറുണ്ടോ? നല്ല ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ഡയറക്ടേഴ്സിന് ഞാൻ ഇപ്പോഴായിട്ട് അത് അങ്ങനെ ഞാൻ അധികം പേരെ അങ്ങനെ വിളിക്കാറൊന്നും ഇല്ല. ഇപ്പോൾ കൂടോത്രമായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 year ആയിട്ട് ഇതിൻ്റെ പുറകെ ആയതുകൊണ്ടിട്ട് കുറേ സിനിമകൾ വന്നു. ഒറ്റക്കൊമ്പൻ, അങ്ങനെ കുറേ സിനിമകൾ എന്നെ അഭിനയിക്കാൻ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു സിനിമ ഇറങ്ങിയിട്ട് മതി എന്ന് കരുതിയിട്ട് തന്നെയൊക്കെ എനിക്കൊന്നും ഒരു 6-7 സിനിമകൾ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അതൊരു വലിയ നഷ്ടമാണ്. പക്ഷെ ഞാൻ ഇത് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആസ് എ ഡയറക്ടർ എന്നുള്ളൊരു വലിയ പോസ്റ്റാണ്. ഇതെന്നെ വിജയിപ്പിക്കുക എന്നുള്ളത് വലിയ ഇതാണ്. പ്രൊഡക്ഷനും നമ്മൾക്കുള്ളത് കൊണ്ടും ഇതിനെ എങ്ങനെയൊക്കെ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഇരുന്ന് മാക്സിമം അതെങ്ങനെ നന്നാക്കാം. അപ്പം ഞാനിത് എടുത്തു വെച്ചിരിക്കുന്ന ഉത്തരവാദിത്വം മാറ്റിയിട്ട്
അവനൊരിത് എടുത്തു വെച്ചു. എന്നിട്ട് ഞാൻ വേറെ അഭിനയിക്കാൻ നടക്കുന്നു എന്ന് പറയുന്നത്, അപ്പോൾ എനിക്ക് കൂടുതൽ ഇതിലേക്ക് ശ്രദ്ധ വിടാൻ, ഞാൻ എല്ലാ ദിവസവും കൂടോത്രത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്, ഈ സിനിമയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോഴും ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നിന്നാണ് ഞാൻ വന്ന് മുമ്പിൽ രമ്യയുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചതാണ് സിനിമ. 4-5-6 പടം ഞാൻ ഇപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഒറ്റക്കൊമ്പനാണ് ഇപ്പോൾ ലാസ്റ്റ് വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അതൊക്കെ വലിയൊരു പ്രതീക്ഷ. ലാലു ലക്ഷമായിട്ട് ഇവിടം സ്വർഗമാണിന് ശേഷം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്ന ക്യാരക്ടറായിരുന്നു. പക്ഷെ അതും എനിക്ക് പോകാൻ പറ്റിയില്ല. സങ്കടത്തോടെയാണെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് നോ പറയേണ്ടി വരും. സങ്കടത്തിനേക്കാൾ ഉപരി ഇപ്പൊ നമ്മൾ ഒരു സിനിമ, ഇത്രയും വലിയൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് അതിന്റെ ശ്രദ്ധ അതിൽ നിന്ന് വിട്ടുപോയാൽ അത് സിനിമയെ ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് സങ്കടങ്ങൾ ഉണ്ടാവാം. പക്ഷെ എനിക്ക് സങ്കടം തോന്നിയിട്ടില്ല. കാര്യം ഞാൻ വലിയൊരു സിനിമയുടെ പുറകെ ആയതുകൊണ്ടിട്ട് അതിൽ തന്നെ നിൽക്കുന്നു. പക്ഷേ ആക്ടർ മാത്രമാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ പുറകെ പോകാമായിരുന്നു. ഇതെല്ലാം പ്രൊഡക്ഷനും ഡയറക്ഷനും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പം ആ കൂടോത്രത്തിന്റെ തിരക്ക് കാരണം, അല്ലെങ്കിൽ പൊതുവെ എങ്ങനെയാണ് ബൈജു എഴുപന്ന എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഇന്നും നല്ല നല്ല അവസരങ്ങൾക്കായിട്ട് അവസരങ്ങൾ അന്വേഷിച്ച് പോവാറുണ്ടോ? നല്ല സിനിമകൾ ചോദിച്ചു പോകാറ്. ഞാൻ കുമ്പളങ്ങി നൈറ്റ്സ് അങ്ങനെ അന്വേഷിച്ച് ചോദിച്ചു മേടിച്ചാണ്. കാര്യം കുമ്പളങ്ങി എന്ന് പറഞ്ഞ സ്ഥലം എൻ്റെ അടുത്താണ്. ആ ടൈറ്റിൽ നമുക്ക് ചില സിനിമകൾ ഇതിനകത്തൊരു ഭാഗമാകണം എന്ന് കരുതിയിട്ട് നമ്മൾ അതിനകത്തേക്ക് കയറണം. അങ്ങനത്തെ സിനിമകൾ ഉണ്ട്. അങ്ങനെ ഇപ്പോഴും എനിക്ക് എന്തിനാ ഒരു പടം തുടങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ 100% ഞാൻ ചോദിക്കും, നമുക്ക് പറ്റിയ വേഷങ്ങളുണ്ടോ, ചെയ്യാൻ റെഡിയാണ് എന്ന്. തീർച്ചയായിട്ടും അങ്ങനെ അതിലൊരു കോംപ്ലക്സും ഉള്ള എന്തിനാ കോംപ്ലക്സ് ചെയ്യുന്നേ? അങ്ങനെ അത് നമ്മുടെ തൊഴിലിന്റെ ഭാഗമാണ്. ചോദിക്കാണ്ടിരുന്നിട്ട് അവിടെ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഓട്ടോയിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് അഭിനയിപ്പിക്കുന്ന ഒരു സമയമാണിത്. അവിടെ നമ്മുടെ അവസരങ്ങൾ പോവാതിരിക്കാൻ നമ്മളല്ലാണ്ട് നമ്മൾ അങ്ങനെയായിരുന്നു. ഞാൻ 300 സിനിമ അഭിനയിച്ച ആളാണ്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ആളാണെന്ന് പറഞ്ഞിട്ട് സിനിമയ്ക്ക് അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. സിനിമയ്ക്ക് നമ്മൾ ആവശ്യമില്ല, നമുക്കാണ് സിനിമ എല്ലാവരും പറയുന്ന ഒരു വാചകം. അപ്പൊ അതനുസരിച്ചിട്ട് പോകണം. പിന്നെ അത് മനസ്സിലാക്കേണ്ട ഈ പ്രേക്ഷകർ എന്ന് പറയുന്ന ഒരു ആൾക്കാരുമുണ്ട്. അവർക്ക് അധികം ഇവൻ പ്രശ്നക്കാരനാണ്, അവൻ്റെ മോറൽ സൈഡും പരിപാടികളൊക്കെ നോക്കി പോകണം. സെലിബ്രിറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ കുടുംബത്തിൽ ഒരാളാക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, പ്രാർത്ഥിക്കണം, പല കാര്യങ്ങളും നമ്മൾ വിട്ടു നിൽക്കണം, പ്രലോഭനങ്ങൾ നമ്മൾ വിട്ടു നിൽക്കണം, എല്ലാം ചെയ്യണം. അങ്ങനെ പോയാൽ മാത്രമേ അതിൽ നിൽക്കാൻ പറ്റൂ. ഒരു കലാകാരൻ എന്നൊരു ദൈവം സൃഷ്ടിക്കുന്നത് അങ്ങനെ, ഒരു കലാകാരനെ സൃഷ്ടിക്കുന്നത് മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദിലീപ് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ജോക്കർ തന്നെയാണ് ഓരോ കലാകാരന്മാരും, ഇല്ലേ? സന്തോഷിപ്പിക്കുക, ഇതെല്ലാം ചെയ്യുക, അവരുടെ ദുഃഖങ്ങളെല്ലാം ഇതൊക്കെ. ആസ് എ ജോക്കർ ഞാൻ വിശ്വസിക്കുന്നു, ഞാനൊരു ജോക്കറാണ്. ഞാൻ എൻ്റെ എല്ലാ ബിസിനസ് എല്ലാം മാറ്റി ആൾക്കാരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാനായിട്ട് ഞാൻ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് പ്രാർത്ഥനകൾ കിട്ടും, ഇല്ലേ? അപ്പോൾ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. മലയാളത്തിൽ ഇത്ര അധികം സിനിമകൾ ചെയ്തു. മലയാളത്തിൽ മാത്രമല്ല, അന്യഭാഷ എല്ലാം, സൗത്ത് ഇന്ത്യൻ, ഹിന്ദി ഉൾപ്പെടെ എത്രയോ ഭാഷകളിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ ഇവിടെ ഉള്ളതുപോലെ ഇഷ്ടം, അല്ലെങ്കിൽ ഇതിന്റെ മലയാളം ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നിടത്തോളം ഇഷ്ടം വേറെ ഏത് ലാംഗ്വേജിലാണ് കൂടുതൽ അങ്ങനെ ഒരു അടുപ്പം തോന്നുന്നത്? ഓഫ് കോഴ്സ് തമിഴ് ഇൻഡസ്ട്രി. അതും അവരുടെ സിനിമ, മലയാളികളെക്കാൾ കൂടുതൽ സിനിമ അവർക്ക് ഭയങ്കര അവരുടെ ലൈഫിൻ്റെ ഭാഗമാണ് സിനിമ. എൻ്റെ തമിഴ് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും, ഇല്ലേ? അതങ്ങനെ ഒരു ഇത് തന്നെയാണ് തമിഴ്നാട് എന്ന് പറയുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാടെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള സിനിമാ താരങ്ങൾ വന്നിട്ടുള്ളത്. വേറെ ഏത് സ്റ്റേറ്റിലാണ് അങ്ങനെ വന്നിട്ടുള്ളത്? ഇല്ലേ? അവരൊരു ഭാഗമാണ് സിനിമ. അപ്പോൾ തമിഴ്നാട് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇതിന് മലയാളത്തിന് ശേഷം ഇപ്പോൾ ഈ കൂടോത്രം മലയാളത്തിൽ മാത്രമാണോ? കൂടോത്രം 4 ലാംഗ്വേജിൽ പോകുന്ന സിനിമയാണ്. കൂടോത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് 3 ദിവസം ഷൂട്ട് ചെയ്തു. അതിൻ്റെ എഴുത്ത് നടക്കുന്നു. സെക്കൻഡ് പാർട്ടുള്ള സിനിമയാണ്. ഒരു മിത്തുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ എഴുത്ത് നടക്കുന്നുണ്ട്. അത് ഏകദേശം അത് നന്നായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡിസംബർ ജാനുവരിയിൽ അതിൻ്റെ ഷൂട്ട് നമ്മളിപ്പോൾ അത് സ്റ്റാർട്ട് ആവും. അപ്പൊ ഇത് റിലീസായി ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതിന്റെ സെക്കൻഡ് പാർട്ടും ഉണ്ടാവും. ഇതിനിടയിൽ ഇപ്പൊ ചേട്ടൻ ഇനി അഭിനയിച്ചത് റിലീസ് ആവാൻ നിൽക്കുന്ന റേച്ചൽ ആണുള്ളത്. അതിനകത്തൊരു നെഗറ്റീവ് ഷെയ്ഡ് തന്നെയാണ്. 100% നെഗറ്റീവ് റോൾ തന്നെയാണ്. അത് കട്ടയ്ക്കുള്ള ഒരു വില്ലനാണോ? അപ്പൊ ചേട്ടൻ ഇതിനു മുമ്പേ ഞങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ട് പല കഥാപാത്രങ്ങളുടെ, വില്ലൻ കഥാപാത്രങ്ങളിലൂടെ വന്നിട്ട്. അതുപോലത്തെ ഒരു ടിപ്പിക്കലായിട്ട് കണ്ടിരിക്കുന്ന പോലത്തെ ഒരു കഥാപാത്രമാണോ റേച്ചൽ? റേച്ചൽ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഞാനും ജോജിയും ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ഒരു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്റ്റോറി പറയുന്നതാണ്.
ആ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടം 2 ഗെറ്റപ്പാണ് അതിനകത്തുള്ളത്. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് എഡിറ്റ് ചെയ്ത് പോയി ഇന്നിപ്പോൾ പറഞ്ഞു ഡയറക്ടർ കണ്ടപ്പോൾ. ആനന്ദിയിൽ ഞാൻ കണ്ടിരുന്നു ഇപ്പോൾ. ഓക്കെ. ഇപ്പോൾ ആക്ടിങ് എന്താന്ന് മനസ്സിലായി, അതിന്റെ ആ ഒരു രസങ്ങൾ അറിഞ്ഞു, ഡയറക്ഷന്റെ രസം അറിഞ്ഞു, പ്രൊഡക്ഷന്റെ രസം അറിഞ്ഞു, പ്ലേ ബാക്ക് സിംഗിങ്, സ്ക്രിപ്റ്റിംഗ്, ഇത്രയും കാര്യങ്ങൾ ഇതിനകം ചെയ്തു. ഇതിൽ ഇപ്പം തുടങ്ങിയത് ഒരു നടനാവണം എന്ന് ആഗ്രഹിച്ചിട്ടാണ്. പക്ഷെ അറിഞ്ഞോ അറിയാതെ ഇത്ര കാര്യങ്ങളിലേക്ക് എത്തി. ഇപ്പൊ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണതും ഇനിയും ചെയ്യണം എന്ന് തോന്നുന്നതും ഇതിൽ ഏത് കാര്യങ്ങളാണ്? ഡയറക്ഷൻ തന്നെയാണ്. ആണോ? ഡയറക്ഷൻ എന്ന് പറയുന്നത് എല്ലാം ആസ് എ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത് തന്നെയാണ്, ഒരു പ്രിൻസിപ്പൽ എന്ന് പറയുന്ന പോലെ തന്നെ. ഡയറക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സീറ്റിൽ ഇരുന്നാൽ ആ സീറ്റിലിരിക്കാൻ വീണ്ടും ആഗ്രഹിക്കും. പക്ഷെ അത് വല്ലാത്തൊരു റിസ്കി തന്നെയാണ്. പക്ഷെ അതിനൊരു സുഖമുണ്ട് ആ റിസ്കിന്. ചില വേദനകൾക്ക് സുഖമുണ്ടെന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സുഖമുള്ള വേദനയാണ്. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് നേരത്തെ ഒരുപാട് ഹിറ്റ്സുകൾ നമുക്ക് സമ്മാനിച്ച ഡയറക്ടേഴ്സ് എല്ലാം ഇന്നിപ്പോ അവരെ സംവിധാനം സൈഡിലേക്ക് അവര് സംവിധാനം മാറ്റി തന്നെ വെച്ചിരിക്കുകയാണ്. അവര് ഫുള്ളി ഇൻറ്റു ആക്ടിങ്ങിലേക്ക് നിൽക്കുകയാണ്. ആവശ്യമില്ലാത്ത ടെൻഷനും തലവേദനയാണ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ. അഭിനയം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഈസിയാണ് എന്നുള്ളതാണ് 2% പേര്, അല്ലെങ്കിൽ 10% പേര്, 90% ഡയറക്ടേഴ്സും ഇന്നും വലിയ ലിജൻഡ് ഡയറക്ടേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. 10% ആൾക്കാരേ ഉള്ളൂ. അത് ഡയറക്ടർ തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ നിൽക്കാനാണ്. അല്ല, എനിക്ക് ഡയറക്ഷൻ ആക്ടർ എന്നുള്ള നിലയിൽ ഞാനിപ്പോൾ കൂടോത്രം രണ്ടാമത്തെ സിനിമ കഴിഞ്ഞാൽ ഞാൻ ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ പോകുന്നത് വെച്ചാൽ ഫുൾ ടൈം എനിക്കൊരു ഡയറക്ഷൻ പരിപാടിയിലോട്ട് പോകാനോ അത്രയും ഇതിലേക്കുള്ള ചെയ്യാനുള്ള ഈ പറഞ്ഞ 100% അത് വേറൊരു ഇതാണ്. ഒരുപാട് കഴിവുള്ള ഡയറക്ടേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്നവരെ ഒരുപാട്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഓരോ ഷോർട്ട് ഫിലിമും ഇതൊക്കെ ചെയ്ത് നമ്മളെ ഞെട്ടിക്കുമല്ലേ. അത് ഒരു സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോലും പോവാത്ത എത്രയോ പേര്, അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരോടൊപ്പം പിടിച്ചിരിക്കണമെങ്കിൽ അവരുടെ ആ മനസ്സിലെ ഒത്ത് നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡയറക്ടർ തന്നെയാണ്. അത് ആ ഒരു സീറ്റിലിരുന്നാൽ അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയാൽ മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ആക്ടറായിട്ട് വന്നു. ഈ പ്ലേ ബാക്ക് സിംഗറോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൊഡ്യൂസറിനേക്കാൾ ഞാനൊരു ഡയറക്ഷൻ ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാനിപ്പോൾ കാണുന്നത്. അതേപോലെ തന്നെ സിനിമയുടെ എത്ര നാളുകളായിട്ട് സിനിമയുടെ ഭാഗമായിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്രയോ തലമുറകളുടെ ആൾക്കാരുടെയിലൂടെ ഓരോ മേക്കേഴ്സിൻ്റെയും രീതിയും ശീലങ്ങളും എല്ലാം മനസ്സിലാക്കി ഇന്നിപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള സൂപ്പർ സ്മാർട്ട് ആയിട്ടുള്ള ഇപ്പോഴത്തെ ജനറേഷൻ്റെ കൂടെ സിനിമകൾ ചെയ്യുന്നു. ഈ ഒരു സിനിമയുടെ ഈ ഒരു ജേർണി അത് എത്രത്തോളം വെൽക്കമിങ് ആയിട്ടാണ് ചേട്ടന് തോന്നുന്നത്? ഭാഗ്യം തന്നെയാണ്, 100% ഭാഗ്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കൂടപ്പിറപ്പുകളുടെ പ്രാർത്ഥന, പ്രേക്ഷകരുടെ ഇഷ്ടം, ഇതൊക്കെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു സിനിമയിൽ വന്നിരിക്കുന്ന മാറ്റം 100%ആയിട്ടും നല്ല മാറ്റമായിട്ടാണ് തോന്നുന്നു. മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതിന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവിടെ ഇങ്ങനെ ഈഗോ വെച്ച് ഞാൻ അങ്ങനത്തെ സിനിമയിൽ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു, ഞാൻ ഇതിനേക്കാൾ വലിയ ലെജൻഡ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈഗോ അടിച്ചിട്ട് കാര്യമില്ല. അവരോടൊപ്പം അവരെ മനസ്സിലാക്കി നമ്മൾ മുമ്പിലേക്ക് പോവുക, അവരിൽ ഒരാളായിട്ട്. അപ്പോൾ നമ്മളെ സിനിമയിൽ കൊണ്ടുപോകും. എത്രയോ പേർക്ക് ഇന്ന് സിനിമയില്ലാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ അവരോടൊപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരോടൊപ്പം നിന്ന് ബൈച്ചേട്ടൻ നമ്മുടെ ആളാണ് എന്ന് കരുതി എങ്ങനെ കൊണ്ടുപോവുക. അത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ വേറൊരു കാര്യം, എളിമ എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളില്ലെങ്കിൽ വേറെ 10 പേര് വേറെ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഒരു ഭാഗ്യം തന്നെയാണ്, സപ്പോർട്ടും ഭാഗ്യം തന്നെയാണ്. ഇനി ചേട്ടന് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് ഇതുവരേക്കും തൃപ്തിയില്ലാതെ നിൽക്കുകയാണല്ലോ, എനിക്ക് ഇനിയും ചെയ്യണം എന്നുള്ളതാണല്ലോ ആഗ്രഹം. അങ്ങനെ ഇനിയും ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് ഏത് തരത്തിലുള്ള കഥാപാത്രങ്ങളാണ്? ഒരു ക്യാരക്ടർ ഉണ്ട്, അത് ഞാൻ എൻ്റെ ദ എൻഡ് എന്ന് പറയുന്ന എന്നെങ്കിലും ആ സിനിമയ്ക്ക് ശേഷം ആ ഒരു ക്യാരക്ടറിന് ശേഷം ഇനി അഭിനയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കരുതി വെച്ച് ഞാൻ തന്നെ എഴുതി വെച്ച് ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അത് ഞാൻ പറയില്ല ഇപ്പോൾ. നോ അത് ഞാൻ പറയത്തില്ല. അത് എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ അതൊരു വലിയൊരു സിനിമയായിട്ട് കാണാൻ പറ്റും. ചേട്ടൻ തന്നെ അത് ഞങ്ങൾക്ക് സമ്മാനിക്കും, ഉറപ്പായിട്ട്. അങ്ങനെ ഒരു എൻ്റെ ലൈഫില് എനിക്ക് അത് ആ ഒരു ക്യാരക്ടറിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് സഞ്ചരിക്കണം, ഒരുപാട് പഠിക്കണം. അത് 100% അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതിങ്ങനെ ഇടയ്ക്ക് കയറി വരും. എൻ്റെ സ്ക്രിപ്റ്റ് ഏകദേശം ഇങ്ങനെ ഞാൻ എങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക.
അത് ഒരു ആ കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, അത്രയും മാത്രമേ ഞാൻ പറയാം. ഒരു കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. എഴുപുന്നക്കാരൻ അത് വലിയ ദൂരമുള്ള ഒരു അല്ല, കാര്യമല്ല. കടല് അതാ അടുത്താണ്. പറഞ്ഞെ. പക്ഷെ അങ്ങനെ ഒരു ഇതാണ്, അതൊരു ഗോഡ് ഗിഫ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ദൈവം നിനക്ക് തന്നിരിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, ചില നമുക്ക് ദൈവം തരുന്ന ഒരുപാട് സമ്മാനങ്ങളുണ്ടല്ലോ, തീർച്ചയായിട്ടും അതിലൊരു വലിയ സമ്മാനമായിട്ട് ഞാൻ കരുതി വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. അതിങ്ങനെ ഇരിക്കുന്നുണ്ട്, ഉറക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുക. വെച്ചാൽ എനിക്ക് ആ ശബ്ദം കേൾക്കാം. അതാണ്. അപ്പൊ ഈ ഒരു കൂടോത്രം, അതിന്റെ സെക്കൻഡ് പാർട്ടും അതിന്റെ കൂടെ തന്നെ ഈ വലിയൊരു സ്വപ്നവും കൂടെ എത്രയും പെട്ടെന്ന് ചേട്ടന് അത് സാക്ഷാത്കരിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. റേച്ചൽ ഈ നവംബറിൽ ഒരുപാട് നല്ല വിശേഷങ്ങൾ പറഞ്ഞു. ആ എല്ലാ വിശേഷങ്ങൾക്കും നല്ലത് വരട്ടെ, എല്ലാം നല്ല രീതിയിൽ തന്നെ വരട്ടെ എന്ന് ആശംസിക്കണം ഒരിക്കൽ കൂടി. താങ്ക് യു ബൈ ചേട്ടാ. താങ്ക് യു സോ താങ്ക് യു മച്ച്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും. രമ്യ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ, നമ്മൾ കുറേ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കും. അതും നമ്മളെ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആണ്. തീർച്ചയായിട്ടും. അതെ, എന്തായാലും താങ്ക് യു വെരി മച്ച്. എനിക്ക് ചോദ്യങ്ങൾ തീർന്നിട്ടില്ല, സമയപരിധി കാരണം ഇങ്ങനെ കട്ട് ഷോട്ട് ചെയ്യാൻ. ഇനിയും ചോദിക്കാൻ എന്തൊക്കെയുണ്ട് അറിയാനും, ഓരോ വിശേഷങ്ങളെല്ലാം. എന്തായാലും അത് നമുക്ക് അടുത്തൊരു ഇന്റർവ്യൂല് തീർച്ചയായിട്ടും കാണാം. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.